ദേശീയ ദിനത്തിൽ ഖത്തറിൽ പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടുകൾ പൂർണ്ണമായും നീക്കം ചെയ്തതായി പബ്ലിക് വർക്ക്സ് അതോറിറ്റി അറിയിച്ചു. രാജ്യത്തെ മിക്ക റോഡുകളിലും ടണലുകളിലും ഗതാഗതം സാധാരണ നിലയിലായെന്ന് പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ വ്യക്തമാക്കി. ദേശീയ ദിനമായി ഇന്നലെ രാജ്യത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കനത്ത മഴയാണ് ലഭിച്ചത്. മഴയെ തുടർന്ന് പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഗതാഗത തടസ്സം അനുഭവപ്പെടുകയും ചെയ്തതിനാൽ ദേശീയ ദിനാഘോഷങ്ങൾക്കായി പുറത്തിറങ്ങിയവർ മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങി. ലുസൈൽ സ്റ്റേഡിയത്തിൽ ഫിഫ അറബ് കപ്പ് ഫൈനൽ കൂടി നടക്കുന്നതിനാൽ ഫുട്ബോൾ ആരാധകരും വെള്ളക്കെട്ടുണ്ടാക്കിയ ഗതാഗത തടസ്സത്തെ മറികടന്നാണ് സ്റ്റേഡിയത്തിലെത്തിയത്. അതേസമയം പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാലിൽ നിന്നുള്ള ഫീൽഡ് സംഘങ്ങൾ സ്ഥലത്തെത്തി മണിക്കൂറുകൾക്കകം വെള്ളക്കെട്ടുകൾ നീക്കം ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്ന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ രാജ്യത്തെ മിക്ക റോഡുകളിലും ടണലുകളിലും ഗതാഗതം സാധാരണ നിലയിലാക്കിയതായി അഷ്ഗാൽ അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം നിരീക്ഷിച്ച നിമിഷം മുതൽ തന്നെ എല്ലാ മുൻകരുതൽ നടപടികളും നടപ്പാക്കിയതായും അഷ്ഗാലിന്റെ സീവറേജ് വിഭാഗം എഞ്ചിനീയർ മുഹമ്മദ് അൽ ഖുബൈസി പറഞ്ഞു. മുനിസിപ്പാലിറ്റികളുമായും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കുമായും ഏകോപിപ്പിച്ച് ഫീൽഡ് ടീമുകൾ 24 മണിക്കൂറും പ്രവർത്തിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം അൽഖരാനയിൽ 90.4 മില്ലിമീറ്റർ, അൽ വക്രയിൽ 80.1 മില്ലിമീറ്റർ, അബുസംറയിൽ 71.5 മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് മഴ രേഖപ്പെടുത്തിയത്. വെള്ളം നീക്കം ചെയ്യുന്നതിനായി 371-ലധികം വാട്ടർ ടാങ്കർ ട്രക്കുകളും 44 മൊബൈൽ പമ്പുകളും വിന്യസിച്ചിരുന്നു. ലുസൈൽ സ്റ്റേഡിയവും ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയവും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഗതാഗതം സുഗമമാക്കാൻ പ്രത്യേക റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രംഗത്തിറങ്ങിയിരുന്നു. വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ലഭിച്ച 414 പരാതികളും 6 മണിക്കൂറിനകം പരിഹരിച്ചതായും അധികൃതർ അറിയിച്ചു. മുവൈതർ, ഇൻഡസ്ട്രിയൽ ഏരിയ, മൊബേരിക്ക്, അൽ വക്ര എന്നിവിടങ്ങളിലാണ് കൂടുതൽ വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്തത്. മഴക്കാലത്ത് വാഹനമോടിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ 88 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും അഷ്ഗാൽ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ടുകളും ഗതാഗത തടസ്സവും ഒഴിവാക്കാൻ ഫീൽഡ് ടീമുകൾ ഇപ്പോഴും 24 മണിക്കൂറും സജ്ജമാണെന്നും അധികൃതർ വ്യക്തമാക്കി. അൻവർ പാലേരി, 24 ദോഹ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.